കഥയെ ആരംഭിക്കുന്നത് തന്നെ ഒരു കോർട്ട് റൂമിൽ നിന്നുമാണ്. ഭാര്യ ഭർത്താക്കന്മാരായ നാദറും സിമിനും ഡിവോഴ്സ് ആപ്ലിക്കേഷനുമായി അവിടെ എത്തിയിരിക്കുകയായിരുന്നു. ജഡ്ജ് സിമിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നിങ്ങളൊരു വിവാഹമോചനം ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കുമോ? ഇല്ല. പുകവലിക്കുമോ? ഇല്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാറുണ്ടോ? ഇല്ല. എന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, സിമിൻ മറുപടി പറഞ്ഞു. പിന്നെന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്നേ? സിമിൻ തുടർന്നു പറഞ്ഞു. എനിക്ക് വിദേശത്ത് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. തന്റെ ഒപ്പം നാദിറും മകളും വന്ന് അങ്ങോട്ടേക്ക് താമസിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നാദിർ അതിന് തയ്യാറാകുന്നില്ല. നാദിറിന് നാട്ടിൽ തുടരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് ശ്രമിക്കുന്നത്. നാദിറിനെ എന്റെ കൂടെ വരാൻ സമ്മതിച്ചാൽ ഈ ഡിവോഴ്സ് ഒഴിവാക്കാനും ഞാൻ തയ്യാറാണ്. സിമിൻ പറഞ്ഞത് കേട്ടതും നാദിർ പറയാൻ തുടങ്ങി. എന്റെ വാപ്പ തനിച്ചാണ് ഇവിടെയുള്ളത്. വാപ്പയെ നോക്കാൻ മറ്റാരുമില്ല. വാപ്പയെ തനിച്ചിട്ട് എങ്ങോട്ടും വരാൻ എനിക്ക് സാധിക്കുകയുമില്ല. നിങ്ങൾക്കറിയാലോ, നമ്മൾ വിദേശത്ത് പോയി താമസിച്ച നമ്മുടെ ജീവിത രീതി മെച്ചപ്പെടും, നമ്മുടെ മകളുടെ ഭാവിയും നന്നാവും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നാദിറും സിമിനും അവിടെ ഇരുന്ന് തന്നെ വഴക്കടിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു തരത്തിലും സുഖമില്ലാത്ത തന്റെ വാപ്പയെ വിട്ട് വിദേശത്തേക്ക് പോവാൻ നാദിർ ഒരുക്കമായിരുന്നില്ല. നാദിറിന്റെ വാപ്പാക്ക് അൾഷമേഴ്സ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മകനെന്ന രീതിയിൽ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ തനിക്ക് സാധിക്കില്ല എന്ന് നാദിർ തീർത്തു പറഞ്ഞു. ഒരു തരത്തിലും നാദിർ തന്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കാത്തതുകൊണ്ട് സിമിൻ വിവാഹമോചന ആപ്ലിക്കേഷൻ ജഡ്ജിന് സമർപ്പിക്കുകയാണ്. പക്ഷേ ജഡ്ജ് ആ വിവാഹമോചന ആപ്ലിക്കേഷൻ സ്വീകരിച്ചില്ല. നിങ്ങളുടെ വിവാഹമോചനത്തിന് ഉതകുന്ന തരത്തിൽ ആവശ്യമായ ഒരു കാരണമില്ലെന്നും അതുകൊണ്ട് വിവാഹമോചനം അനുവദിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു ജഡ്ജ് പറഞ്ഞത്. തന്റെ ഡിവോഴ്സ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് ദേഷ്യത്തിൽ സിമിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിലേക്ക് ചെന്ന സിമിൻ തന്റെ വസ്തുക്കളും എടുത്ത് നാദിറിന്റെ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചിരുന്നു. പോകുന്നതിനു മുമ്പ് വീട്ടു ജോലികൾക്കും സുഖമില്ലാത്ത വാപ്പയെ നോക്കുന്നതിനുമായി റാസിയ എന്ന് പേരുള്ള ഒരു യുവതിയെ അവൾ ജോലിക്കെടുക്കുകയും ചെയ്തിരുന്നു. തന്റെ മകൾ സുമയ്യക്കൊപ്പമായിരുന്നു റാസിയ ജോലിക്കെത്തിയത്. സുമിന്റെ മകൾ ടൊമൈറയെയും നാദിറിന്റെ വാപ്പയെയും നോക്കലും വീട്ടുജോലികൾ ചെയ്യലുമൊക്കെയാണ് റാസിയയുടെ ജോലി. യാഥാർത്ഥ്യത്തിൽ റാസി അങ്ങനെ ജോലി നോക്കുന്ന വേലക്കാരിയായൊന്നും പോയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നേയില്ല. ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ ജോലിക്ക് വരാൻ അവൾ നിർബന്ധിതയായതായിരുന്നു. റാസിയയുടെ ഭർത്താവ് ഹുജ്ജാത്ത് കുറേയധികം ആളുകളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പലതവണ പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നു. അതിന്റെ പേരിൽ പലപ്പോഴും വഞ്ചനാ കുറ്റത്തിനൊക്കെ ജയിലിലും പോകേണ്ടി വന്നു. അതിനെ തുടർന്നൊക്കെയായിരുന്നു റാസിയക്ക ജോലിക്ക് വരേണ്ടി വന്നത്. എങ്ങനെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പണമുണ്ടാക്കി ഭർത്താവിന്റെ കടമടക്കം വീട്ടണം എന്ന് റാസിയക്കുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിലെ റാസിയുടെ ജോലികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ജോലിക്ക് വന്ന ആദ്യ ദിവസം തന്നെ റാസി ഒരു കാര്യം മനസ്സിലാക്കി. നാദിറിന്റെ വാപ്പാക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടും മറ്റും അറിയാതെ മലമൂത്ര വിസർജനം നടന്നുപോകും. റാസിയക്ക് അത് ക്ലീൻ ചെയ്തു കൊടുക്കണം. റാസിയാകട്ടെ വളരെയധികം റിലീജിയസ് ആയ ഒരു സ്ത്രീയായിരുന്നു. മത നിയമപ്രകാരം അന്യപുരുഷന്മാരെ സ്പർശിക്കുന്നത് മതത്തിനെതിരാണ്. റാസി അതുകൊണ്ട് അദ്ദേഹത്തെ സ്പർശിക്കാൻ മടിച്ചു നിന്നു. പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. മറ്റു വഴികളില്ലാതെ റാസി ഉടനടി തന്റെ കയ്യിലുള്ള കോണ്ടാക്ട് എടുത്ത് ഒരു ഇസ്ലാമിക് അറിവുള്ള വ്യക്തിയെ വിളിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. താൻ ഇത്തരത്തിൽ ഒരിടത്ത് ജോലിക്ക് നിൽക്കുകയാണ്. ജോലിയുടെ ഭാഗമായി 70 മുതൽ 80 വയസ്സുവരെ പ്രായമുള്ള രോഗിയായ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാൻ അയാളെ തൊടുന്നതിൽ തെറ്റുണ്ടോ? അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ അഴുക്കുപിടിച്ച വസ്ത്രങ്ങൾ മാറ്റിക്കൊടുക്കാനും അദ്ദേഹത്തിനെ ക്ലീൻ ചെയ്തു കൊടുക്കാനും സാധിക്കുമോ? മറുവശത്തുള്ള പണ്ഡിതൻ അറിവുള്ള വ്യക്തി റാസിയക്ക് മറുപടി കൊടുത്തു. തീർച്ചയായും റാസിയ, നിങ്ങൾക്കത് പ്രവർത്തിക്കാനാകും. അതിന്റെ പേരിൽ ഒരു പാപവും നിങ്ങൾക്ക് വന്നു ചേരില്ല. അത് കേട്ടതും റാസിയക്ക് സമാധാനമായിരുന്നു. റാസിയ നാദിറിന്റെ വാപ്പയുടെ അഴുക്കുപിടിച്ച വസ്ത്രങ്ങൾ മാറ്റിക്കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും തന്റെ ജീവിതത്തിൽ പൊടുന്നനെയുണ്ടായ ആ മാറ്റം റാസിയക്ക് പെട്ടെന്നങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റാസിയ അത്രമേൽ മതവിശ്വാസിയായ വ്യക്തിയായിരുന്നു. റാസിയ എപ്പോഴും മകൾ സുമയെയും കൂട്ടിയായിരുന്നു ജോലിക്കായി വന്നിരുന്നത്. മാത്രമല്ല റാസിയ ആ സമയം ഗർഭിണിയുമായിരുന്നു. ഓരോ ദിവസവും വീട്ടിലെ ജോലികൾ ചെയ്തും നാദിറിന്റെ അച്ഛനെ പരിപാലിച്ചും ഒക്കെയായിരുന്നു അവളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഒരു സംഭവം നടന്നു. ജോലിയിൽ റാസിയെയും തന്റെ കാര്യങ്ങളിൽ സുമയെയും തിരക്കിലായിരുന്നപ്പോ അവരുടെ ശ്രദ്ധ തെറ്റിയപ്പോ നാദിറിന്റെ വാപ്പ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ തിരികെ കൂട്ടാൻ റാസിയ അന്ന് പുറകെ ഓടിയിരുന്നു. അടുത്ത ദിവസം പതിവിലും കുറച്ചു നേരത്തെയായിരുന്നു നാദിറും മകൾ ടെർമയും വീട്ടിലേക്കെത്തിയത്. തങ്ങളുടെ ഫ്ളാറ്റിന് മുമ്പിലെത്തി അവർ വാതിലിൽ മുട്ടി വിളിച്ചു. ആരും അകത്തുനിന്ന് വാതിൽ തുറക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നാദിർ തന്റെ കയ്യിലുള്ള എക്സ്ട്രാ കീ ഉപയോഗിച്ച് ഫ്ളാറ്റ് ഡോർ തുറന്ന് അകത്ത് കടന്നു. റാസിയയും മകളും അവിടെ ഉണ്ടായിരുന്നില്ല. വീട് ചുറ്റി അവർ നോക്കാൻ തുടങ്ങി. വാപ്പയെ നോക്കിയപ്പോ തന്റെ വാപ്പയെ ബന്ധിപ്പിച്ച നിലയിൽ അബോധാവസ്ഥ
അവസ്ഥയിൽ കിടക്കുന്നതായിരുന്നു നാദിർ നോക്കിക്കണ്ടത്. അത് കണ്ടതും നാദിർ വല്ലാതായി ഓടിവന്ന് വാപ്പയുടെ കയ്യിലെ കിട്ടഴിച്ച് വാപ്പയെ പൊക്കിയെടുത്ത് അവൻ ബെഡിൽ കിടത്തി. അനങ്ങാത്ത വാപ്പയെ കണ്ട് നാദിറിന്റെ മകൾ വരെ കരയാൻ ആരംഭിച്ചിരുന്നു. നാദിർ വാപ്പയെ പരിശോധിച്ചു. വാപ്പ മരിച്ചിട്ടില്ല, കുറച്ച് വയ്യാതായത് മാത്രമാണ് എന്ന് നാദിർ മനസ്സിലാക്കി. പിന്നാലെ വാപ്പയെ എഴുന്നേൽപ്പിച്ച് സുഖപ്പെടുത്താനൊക്കെ നാദിറും ടെർമയും കൂടി നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം മകൾ ടെർമയോട് മുറികളൊക്കെ നോക്കാനും റാസിയ പണമോ മറ്റു വിലപിടിച്ച വസ്തുക്കളോ മോഷ്ടിച്ച് കടന്നു കളഞ്ഞതാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും പറഞ്ഞു. മകൾ ഓരോന്നും നോക്കാൻ പോയി. ഇതിനിടയിൽ വീട്ടിൽ നിന്ന് കുറച്ച് പണം കാണാതെ പോയത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്പം കഴിഞ്ഞായിരുന്നു വീട്ടിലേക്ക് റാസിയയും മകളും കടന്നു വരുന്നത്. റാസിയ വന്നത് കണ്ടതും നാദിറിന് ദേഷ്യം കനത്തിരുന്നു. റാസിയയോട് അവളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് നാദിർ കടന്നു ചെന്നു. വീട്ടിലെ പണം മോഷ്ടിച്ചതടക്കം അവളുടെ മേൽ ആരോപിച്ചു. ഇതുപോലെ എന്റെ വാപ്പയെ കെട്ടിയിട്ടാണോ ഓരോ ദിവസവും നീ ജോലി ചെയ്യുന്നേ? ഇതാണോ നിന്റെ പ്രവൃത്തി എന്നൊക്കെ ചോദിച്ച് നാദിർ കത്തിക്കയറുന്നുമുണ്ടായിരുന്നു. റാസിയക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒഴിവാക്കാൻ പറ്റാത്ത ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് താൻ അത്തരത്തിൽ പോയത് എന്ന് റാസിയ നാദിറിനോട് പറഞ്ഞെങ്കിലും നാദിർ ചെവികൊണ്ടില്ല. പണം മോഷ്ടിച്ച കാര്യം നാദിർ വീണ്ടും ആരോപിച്ചു. താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് റാസിയ കരഞ്ഞു പറയാൻ ശ്രമിച്ചെങ്കിലും നാദിർ ചെവികൊണ്ടില്ല. റാസിയയെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ നാദിർ ശ്രമിച്ചു. റാസിയ നാദിറിനോട് ഇതുവരെ ജോലി ചെയ്ത് പ്രതിഫലം തരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവിടെ നിന്ന് നീ പണം മോഷ്ടിച്ചു, അതുകൊണ്ട് തന്നെ ഇനി ഒരൊറ്റ നയാ പൈസ തരില്ല എന്നായിരുന്നു നാദിർ മറുപടി പറഞ്ഞത്. ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്നും പണം തനിക്ക് ആവശ്യമുണ്ടെന്നും ജോലി ചെയ്ത് പണം തരണമെന്നും റാസിയ കണ്ണീരോടെ ആവശ്യപ്പെട്ടെങ്കിലും നാദിർ ചെവികൊണ്ടതേയില്ല. തന്റെ നിസ്സഹായാവസ്ഥയും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ റാസിയ ശ്രമിച്ചെങ്കിലും നാദിർ കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മോഷ്ടാവൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ജോലിക്കാണ് വന്നത്, ഞാനൊരിക്കലും മോഷ്ടിക്കില്ല. റാസിയ സങ്കടത്തിലും ദേഷ്യത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടേയില്ല, എന്റെ ജോലിയുടെ പൈസ എനിക്ക് അത്യാവശ്യമാണ്. റാസിയ നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. നാദിർ ഒന്നും കേട്ടില്ലെന്ന് മാത്രമല്ല റാസിയയെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നാദിർ ശേഷം തിരികെയെത്തി വാപ്പയെ കൊണ്ടുപോയി കുളിപ്പിക്കാനും പരിപാലിക്കാനുമൊക്കെ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും റാസിയ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. നാദിറിനെ കണ്ട് തന്റെ ജോലിയുടെ പണത്തിനായും മറ്റും വീണ്ടും അപേക്ഷിക്കാൻ തുടങ്ങി. നാദിറിന് നല്ല ദേഷ്യം വന്നിരുന്നു. റാസിയയെ വീണ്ടും വീടിന് പുറത്താക്കിയ നാദിർ റാസിയ പോവാതെ നിന്നപ്പോ ഒരു തള്ളുവെച്ചു കൊടുത്തു. ശേഷം ശ്രദ്ധിക്കാതെ വാതിലടച്ച് അകത്തേക്ക് പോരുകയും ചെയ്തു. നാദിറിന്റെ ആ തള്ളൽ കൊണ്ട് റാസിയ താഴേക്ക് വീണിരുന്നു. 1-2 സ്റ്റെപ്പുകൾ കൂടി ഉരുണ്ടായിരുന്നു റാസിയ താഴെ വീണത്. അടുത്തുള്ള ഒരു സ്ത്രീ വന്നായിരുന്നു റാസിയയെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. റാസിയക്ക് ശാരീരികമായി വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. വൈകാതെ നാദിറിന്റെ ഭാര്യ സിമിൻ നാദിറിന്റെ വീട്ടിലേക്ക് വന്നു. നാദിറിനടുക്കൽ ഞെട്ടിക്കുന്ന ആ വിവരം അറിയിച്ചു. നാദിർ കഴിഞ്ഞ ദിവസം റാസിയയെ തള്ളിയിരുന്നല്ലോ, ആ തള്ളലിൽ വീണിട്ടാവണം റാസിയക്ക് ഗർഭഛിദ്രം സംഭവിച്ചു അത്രേ. പിന്നാലെ നാദിറും സിമിനും റാസിയയെ കാണുവാൻ ആശുപത്രിയിൽ പോയി. അവിടെ എത്തിയപ്പോ അവിടെ റാസിയയുടെ ഭർത്താവ് ഹോജത്തുണ്ടായിരുന്നു. നാദിറിനെ റാസിയയുടെ ഭർത്താവിന് മുമ്പേ പരിചയമുണ്ടായിരുന്നു. നാദിറിനെ കണ്ടതും റാസിയയുടെ ഭർത്താവിന് വലിയ ദേഷ്യം വന്നു. ഷോർട്ട് ടെമ്പേർഡായ ഹോജത്ത് നാദിറിനെ തല്ലാനും മറ്റുമായി മുന്നിട്ട് ചെല്ലാൻ തുടങ്ങി. എന്റെ കുട്ടി മരിച്ചത് നീ കാരണമാണ്, ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. മരണപ്പെട്ടുപോയ എന്റെ കുട്ടിക്ക് എനിക്ക് നീതി കിട്ടണം. ഹോജത്ത് അവിടെ വെച്ച് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു. വൈകാതെ ആ സംഭവം കോടതിയിലേക്കും എത്തിച്ചേരുകയാണ്. ജഡ്ജ് നാദിറിനോട് ഉള്ള കാര്യം പറഞ്ഞു. കുട്ടി മരിച്ചത് നാദിറിന്റെ പ്രവൃത്തി മൂലമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നാദിറിന് 3 കൊല്ലം തടവ് ശിക്ഷ ലഭിക്കും. നാദിറുടൻ ജഡ്ജിയോട് പറഞ്ഞു, റാസിയ ഗർഭിണിയാണ് എന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താൻ അത്തരത്തിൽ റാസിയയെ തള്ളുമായിരുന്നില്ല. അന്ന് വീട്ടിലൊരു സംഭവം നടന്നിരുന്നു. റാസിയ സുഖമില്ലാത്തന്റെ വാപ്പയെ കിട്ടിയിട്ട് പുറത്തുപോയി. തിരികെ വന്ന് അത് കണ്ടപ്പോ താൻ വല്ലാതെ ദേഷ്യത്തിലായി പോയിരുന്നു. അതുകൊണ്ടായിരുന്നു അത്തരത്തിൽ താൻ പ്രവർത്തിച്ചു പോയതും. നാദിർ അത്രയും പറഞ്ഞത് കേട്ടതും ഷോർട്ട് ടെമ്പേർഡായ ഹോജത്തിനത് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഹോജത്ത് നാദിറിനെ അപമാനിച്ചും മറ്റും ദേഷ്യപ്പെട്ട് ജഡ്ജിന് മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ ഞാൻ ജയിലിലേക്ക് അയക്കും എന്ന് ജഡ്ജ് ഹോജത്തിനെ വാൺ ചെയ്തു. റാസിയയുടെ കേസ് അങ്ങനെ കോടതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. തന്റെ ഭാഗം ന്യായീകരിക്കാൻ നാദിർ റാസിയ തന്റെ വാപ്പയെ കെട്ടിയിട്ട് പോയ കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. റാസിയ വല്ലാതായിരുന്നു. കൂട്ടത്തിൽ റാസിയയും പറഞ്ഞു നാദിറിന് താൻ പ്രഗ്നന്റ് ആണ് എന്നറിയാമായിരുന്നുവെന്ന്. ഒരിക്കൽ ടെർമയുടെ ടീച്ചർ വീട്ടിൽ വന്നപ്പോൾ സംസാരിക്കുന്ന സമയത്ത് താൻ ഗർഭിണിയാണെന്ന കാര്യം അവിടെ വെച്ച് സംസാരിച്ചിരുന്നെന്നും നാദിർ അത് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നും റാസിയ വ്യക്തമാക്കുന്നുണ്ട്. കോടതി അതടക്കം കാര്യമായി എടുത്തിരുന്നു. പിന്നാലെ മകളെ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് റാസിയ പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയിട്ട് അവൾ തിരികെ വരാതിരിക്കുകയായിരുന്നു. ഹോജത്ത് പുറത്തു വന്ന് അവളോട് കാര്യം ചോദിച്ചു. നീ എന്താ വരാത്തത്? ഇവിടെ എന്താ കുറെ നേരം നിൽക്കുന്നേ? നീ വന്നില്ലേ? കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും. നാദിറിന്റെ വാപ്പയെ കെട്ടിയിട്ടതിന് നിനക്ക്
തനിക്കെതിരെ കേസ് വരും എന്നൊക്കെ ഹോജാത്ത് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും കോടതി മുറിക്കകത്തേക്ക് റാസിയ പിന്നെയും കയറി വരികയാണ്. അവിടെ വെച്ച് അവൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു. തന്റെ കുട്ടി മരണപ്പെട്ടതല്ല, തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നാദിർ തന്നെ മോഷ്ടാവെന്ന് കുറ്റപ്പെടുത്തിയതാണ് എന്ന തരത്തിലൊക്കെ അവൾ പറഞ്ഞു. ജഡ്ജി പിന്നാലെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുവാൻ ടെർമയുടെ ടീച്ചർ ഹാജരാവണം എന്നുത്തരവിടുകയാണ്. നാദിർ അതിനെ തടയാനും എതിരിടാനുമൊക്കെ പറഞ്ഞു ശ്രമിച്ചെങ്കിലും ജഡ്ജി അത് തന്നെ വിധിച്ചു. പോരാത്തതിന് വധശ്രമത്തിനാണ് കേസുള്ളതുകൊണ്ട് 4 കോടി കെട്ടിവെച്ചാലേ ജാമ്യം കിട്ടുകയുള്ളൂവെന്നും ഇല്ലെങ്കിൽ ജയിലിൽ പോകണം എന്നും നാദിറിനെതിരെ വിധിച്ചു. നാദിർ തന്നെ വെറുതെ വിടാനും വാപ്പയെ നോക്കാൻ ആരുമില്ലെന്നുമൊക്കെ പറഞ്ഞെങ്കിലും കുറ്റകൃത്യമാണല്ലോ. ജഡ്ജിക്ക് അങ്ങനെ നാദിറിനെ ജാമ്യമില്ലാതെ വെറുതെ വിടാൻ പറ്റില്ലായിരുന്നു. നാദിർ അങ്ങനെ അന്ന് ജയിലിലേക്ക് മാറ്റപ്പെട്ടു. പോകുന്നതിന് മുമ്പ് മകളെ വിളിച്ച് തനിക്ക് വരാൻ പറ്റില്ലെന്നും വാപ്പയെ നോക്കണമെന്നും നാദിർ പറയുകയും ചെയ്തിരുന്നു. കോടതി വ്യവഹാരം വീണ്ടും തുടരുകയാണ്. മൊഴി കൊടുക്കാൻ ടെർമയുടെ ടീച്ചർ എത്തിയിരുന്നു. റാസിയ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം ടീച്ചറിന് അറിയാമായിരുന്നോ? അത് നാദിറിനും അറിയാമായിരുന്നോ? നിങ്ങൾ സംസാരിക്കുന്നത് നാദിർ കേട്ടിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ജഡ്ജിൽ നിന്നും ടീച്ചറെ തേടിയെത്തി. ടീച്ചർ ഓരോന്നിനും മറുപടി കൊടുത്തു. കൂട്ടത്തിൽ തങ്ങൾ സംസാരിക്കുമ്പോൾ നാദിർ അടുക്കളയിലായിരുന്നെന്നും അദ്ദേഹം അത് കേട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല എന്നുമായിരുന്നു ടീച്ചർ പറഞ്ഞത്. അതിനെതിരെ ഹോജത്ത് ശബ്ദമുയർത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ടീച്ചറിന്റെ വാക്കുകൾ ഹോജത്തിന്റെ വായടപ്പിക്കുന്നതായിരുന്നു. പിന്നാലെ അവിടെ ഹോജത്തും നാദിറും തമ്മിലും വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ട്. റാസിയ ഗർഭിണിയായിരുന്ന കാര്യം തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും പർദ്ദ ധരിച്ചെത്തിയിരുന്നതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നും നാദിർ പറഞ്ഞു. അവരുടെ ഗർഭം അവർ മറച്ചുവെക്കാൻ ശ്രമിച്ചതാണ് എന്നൊരു വാദവും നാദിർ ഉയർത്തി. എന്തിനാണ് അവൾ മറച്ചുവെക്കുന്നത് എന്നായി ഹോജത്തിന്റെ മറുചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ജോലിക്കെടുക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് നാദിർ വാദിച്ചു. ഇവളുടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇവളെ നിങ്ങളെന്തിനു ജോലിക്കെടുത്തു എന്നായി ഹോജത്ത് അടുത്തതായി ചോദിച്ചത്. ജഡ്ജി ഇതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പണം കെട്ടിവെച്ച നാദിറിനെ അന്ന് ജാമ്യത്തിലെടുത്തത് നാദിറിന്റെ മുൻഭാര്യയായിരുന്നു. ആ കാര്യമൊക്കെ ഹോജത്ത് ചൂണ്ടിക്കാട്ടി. ആ സമയമാണ് ജഡ്ജി പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് ജാമ്യമെടുക്കാൻ ആരെങ്കിലും കണ്ടെത്തിക്കോ, ഇയാൾ നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. ഹോജത്തിനെ അത് വല്ലാതെ അലട്ടി. ഹോജത്ത് അവിടെ എന്നൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി. ഹോജത്തിനെ അറസ്റ്റ് ചെയ്യാൻ ജഡ്ജി പറഞ്ഞെങ്കിലും ഹോജത്ത് ഡിപ്രഷനിൽ കഴിഞ്ഞു പോകുന്ന ആളാണെന്നും മരുന്നുകളുണ്ടെന്നും ഇത്തവണത്തേക്ക് ക്ഷമിക്കൂ എന്നൊക്കെ റാസിയ കരഞ്ഞപേക്ഷിച്ചപ്പോ ജഡ്ജിന്റെ മനസ്സലിഞ്ഞു. കൂട്ടത്തിൽ അവരോട് ക്ഷമിച്ചുകൂടെ എന്ന് നാദിറും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ജാമ്യം ഏർപ്പെടുത്താൻ ആരെങ്കിലും തയ്യാറാക്കാൻ അവരോട് പറ എന്ന് ജഡ്ജി റാസിയയോട് പറഞ്ഞു. എന്തായാലും നാദിർ അന്ന് ജാമ്യത്തിൽ മോചിതനാവുകയാണ്. ടെമേറയ്ക്ക് തന്റെ പാരന്റ്സ് പിരിയണമെന്നുണ്ടായിരുന്നില്ല. അമ്മയുമായി ഒരു കോംപ്രമൈസിലെത്താൻ ടെമേറ നാദിറിനോട് പറഞ്ഞെങ്കിലും നാദിർ അർദ്ധസമ്മതം മൂളി. ആ ഒരു സമയത്താണ് സംഭവം നടന്ന ദിവസം വാപ്പയെ കെട്ടിയിട്ട് റാസിയ പോയത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിരുന്നു എന്ന് നാദിർ അറിയുന്നത്. നാദിറിന് ചില സംശയങ്ങൾ തോന്നി. റാസിയയുടെ ദേഷ്യക്കാരൻ ഹസ്ബൻഡ് അവളെ ചിലപ്പോ തല്ലിയിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കാം ചിലപ്പോ ഗർഭചിത്രം സംഭവിച്ചത്. നാദിർ അതിന്റെ പുറകെ കുറച്ച് അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങി. ഇതിനിടയിൽ മറ്റൊരു വിഷയവും സംഭവിച്ചു. ടീച്ചർ തങ്ങൾക്കെതിരെ നാദിറിന്റെ സൈഡ് പിടിച്ച് അവരുടെ ഉപഹാരം പറ്റി കള്ളം പറഞ്ഞതാണ് എന്ന് ഹോജത്ത് ചിന്തിച്ചിരുന്നു. സ്കൂളിൽ ചെന്ന് ടീച്ചർക്കെതിരെ ഹോജത്ത് വലിയ ബഹളം സൃഷ്ടിച്ചു. ടീച്ചറെ കുറ്റപ്പെടുത്തിയ ഹോജത്ത് ഖുർആനിൽ തൊട്ട് അവരോട് സത്യം ചെയ്യാനൊക്കെ പറഞ്ഞു. ടീച്ചർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ പരിധി വിട്ടപ്പോ ടീച്ചർ പ്രതികരിച്ചു. ഹോജത്ത് കൊണ്ടുവന്ന ഖുർആനിലടക്കം പിടിച്ച് സത്യം ചെയ്ത് താനും ടെർമിയയും റാസിയയും കൂടി സംസാരിച്ചപ്പോ നാദിർ അടുക്കളയിലായിരുന്നെന്നും അയാളത് കേൾക്കാൻ സാധ്യതയില്ലെന്നും അവർ ആണയിട്ട് പറഞ്ഞു. ഹോജത്ത് അപ്പോൾ മാത്രമായിരുന്നു അടങ്ങി പുറത്തേക്ക് പോയത്. പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ നാദിറിന്റെയും സിമിനിന്റെയും കുടുംബബന്ധത്തെയും വീണ്ടും താറുമാറാക്കിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ ഹോജത്തിനൊക്കെ കുറച്ച് പണം കൊടുത്ത് ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. നാദിർ അതിന് ശ്രമിക്കുന്നില്ല. അതിന്റെ പേരിൽ ഭാര്യ നാദിറിനെ ചോദ്യം ചെയ്തപ്പോ നാദിർ പ്രതികരിച്ചു. അതിന്റെ പേരിൽ അവർ വാക്കുതർക്കമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന മകൾ ടെർമിയാകട്ടെ ഇതൊക്കെ കണ്ട് വേദനയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നാദിർ കൊടുത്ത കേസിന്റെയും വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. വാപ്പയുടെ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ എടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മകൾക്കൊപ്പം ഇരിക്കുമ്പോ തന്റെ ഒരു സംശയം ടെർമിയ വാപ്പയോട് ചോദിച്ചു. മുമ്പ് അവൾ ചോദിച്ചപ്പോ അന്നവിടെ സംസാരിച്ചതൊന്നും താൻ കേട്ടിട്ടില്ലെന്നും റാസിയ പ്രഗ്നന്റ് ആണ് എന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു നാദിർ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് സംസാരിച്ചപ്പോൾ തന്നെയായിരുന്നു റാസിയ അധ്യാപികയോട് ഗൈനക്കോളജിസ്റ്റിന്റെ നമ്പർ ചോദിച്ചു വാങ്ങുന്നതും. അതിനെപ്പറ്റി കേട്ടിരുന്ന നാദിർ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കാൻ ടീച്ചറോട് നമ്പർ ചോദിച്ചു വാങ്ങുന്നത് ടെർമിയ കേട്ടിരുന്നു. അന്ന് തന്നെയല്ലേ മറ്റ് സംസാരങ്ങളും നടന്നത്? അപ്പോ റാസിയ പ്രഗ്നന്റ് ആണ് എന്ന് വാപ്പാക്ക് അറിയായിരുന്നില്ലേ എന്ന് ടെർമിയ ചോദിച്ചു. മകൾക്ക് മുമ്പിൽ കള്ളം പറയാൻ പറ്റില്ല എന്ന് നാദിർ മനസ്സിലാക്കിയിരുന്നു. മകളോട് നാദിർ സത്യം പറഞ്ഞു. റാസിയ പ്രഗ്നന്റ് ആണ് എന്നെനിക്ക് അറിയാമായിരുന്നു. പക്ഷേ കോടതിയിൽ അത് പറഞ്ഞാൽ കോടതിക്ക് മുമ്പിൽ തെളിവുകൾ മാത്രമാണ് ഉണ്ടാവുക. അവർ മറ്റൊന്നും നോക്കില്ല, എന്നെ ജയിലിലടയ്ക്കും. ഞാനപ്പോൾ ചിന്തിച്ചത് നിന്റെയും വാപ്പയുടെയും കാര്യമായിരുന്നു. ഞാൻ ജയിലിൽ പോയാൽ നിങ്ങൾ എവിടെ നിൽക്കുമെന്ന്. റാസിയയുടെ മുഖം മാറുന്നത് നാദിർ ശ്രദ്ധിച്ചിരുന്നു.
നാദിർ പറഞ്ഞു, നോക്ക്, നിനക്ക് ഞാൻ സത്യം പറയണമെന്നാണെങ്കിൽ ഞാൻ സത്യങ്ങൾ തന്നെ പറയാം. റാസിയ മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം വീണ്ടും നാദിർ കോടതിയിൽ പോയിരുന്നു. ജഡ്ജിനോട് ഹോജത്ത് തന്റെ മകളെയും മറ്റും എന്തെങ്കിലും ചെയ്യുമോ എന്ന് താൻ ഭയപ്പെടുന്നു എന്നങ്ങനെ പറയവേ ജഡ്ജ് ഓരോ ചോദ്യങ്ങൾ നാദിറിനോട് ചോദിക്കാൻ തുടങ്ങി. നാദിറിന് റാസിയ പ്രഗ്നന്റ് ആയിരുന്നില്ല എന്നറിയില്ല എന്നും അധ്യാപിക ഫോൺ നമ്പർ റാസിയക്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കേട്ട് കാണില്ലേ എന്നുമൊക്കെ ചോദിക്കുന്നത് നാദിർ താൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അധ്യാപിക ഫോൺ നമ്പർ കൊടുത്ത കാര്യം തന്നോട് പറഞ്ഞത് തന്റെ മകളാണ് എന്നും നാദിർ അവിടെ വെച്ച് പറയുന്നുണ്ട്. ജഡ്ജ് പിന്നാലെ നാദിറിന്റെ മകൾ ടെർമയെ അകത്തേക്ക് വിളിപ്പിച്ചു. തനിച്ചു നിർത്തി ടെർമയോട് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. താൻ പറഞ്ഞിട്ടാണ് ടീച്ചർ റാസിയയ്ക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ ഫോൺ നമ്പർ കൊടുത്തത് നാദിർ അറിഞ്ഞത് എന്നവൾ ജഡ്ജിന് മുമ്പിൽ കള്ളം പറഞ്ഞു. പക്ഷെ ആ നുണ പറച്ചിൽ അവളുടെ മനസ്സിനെ വല്ലാതെ കുറ്റബോധത്തിലാഴ്ത്തിയിരുന്നു. തിരികെയുള്ള യാത്രയിൽ അവൾ ഒരുപാട് കരഞ്ഞിരുന്നു. കോടതിയിൽ ആ കള്ളം പറഞ്ഞപ്പോ താൻ ചെയ്തത് വലിയൊരു പാപമാണ് എന്നവൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് നാദിറിന്റെ ഭാര്യ സെമിനാകട്ടെ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് നാദിറിന്റെ ഈ പ്രവൃത്തികളും കേസുമായുള്ള മുമ്പോട്ട് പോക്കും കാരണം നാദിർ തന്നെ ജയിലിൽ പോവേണ്ട അവസ്ഥ വന്നാൽ മോളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവും. അതുകൊണ്ട് ഹോജത്തിനെയും ഭാര്യയെയും കുടുംബത്തെയും മീറ്റ് ചെയ്ത് ഒരു കോംപ്രമൈസിന് അവർ ശ്രമിച്ചു. പക്ഷേ കോംപ്രമൈസ് സംസാരത്തിനോ ഒന്നിനും ഹോജത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ അയാൾ എഴുന്നേറ്റ് പോവുക പോലും ചെയ്തു. പക്ഷേ ഹോജത്തിന്റെ ബന്ധുക്കളും പരിചയക്കാരും ഹോജത്തിന്റെ അടുത്തെത്തി അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഈ സമയത്ത് നിനക്ക് പണം ആവശ്യമാണെന്നും കടക്കണിയിൽ നിന്ന് ഒഴിവാവാൻ അത് ഉപയോഗിക്കാമെന്നുമൊക്കെ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കോംപ്രമൈസിന് അയാളെ തയ്യാറാക്കി. 4 കോടി നഷ്ടപരിഹാരമാണ് കോടതിയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ സംസാരിച്ച് 1.5 കോടിയിലേക്ക് ഉറപ്പിക്കാൻ സിമിന് സാധിച്ചിരുന്നു. സിമിൻ തിരികെ വന്ന് നാദിറിനെ കണ്ട് ആ വിവരങ്ങൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ നാദിർ അപ്പോഴും തന്റെ തെറ്റുകൾ അംഗീകരിക്കാനോ പണം കൊടുക്കാനോ ഒന്നും ഒരുക്കമാവുന്നുണ്ടായിരുന്നില്ല. തന്റെ ഭാഗം ന്യായീകരിച്ച് അയാളെപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുകയായിരുന്നു. നമ്മുടെ മകൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങളിത് ചെയ്യണം എന്ന മട്ടിലേക്ക് സിമിൻ പറഞ്ഞപ്പോ, ഓ നിനക്കപ്പം മോളെപ്പറ്റി വിചാരമൊക്കെ ഉണ്ടല്ലേ എന്ന മട്ടിലായി നാദിറിന്റെ സംസാരം. സിമിൻ തിരിച്ചു ചോദിച്ചു, അവൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ കൂടെ നിന്നത് നിങ്ങൾ ശരിയായതുകൊണ്ടാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനല്ല, അവൾക്ക് നമ്മൾ രണ്ടുപേരും വേണം. അവളെ വിട്ട് ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ നിങ്ങളുടെ കൂടെ നിന്നത്. ഇനിയെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്ക്. അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവൾ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. സെമിൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നാദിർ ചെവി കൊണ്ടതേയില്ല. കോടതിയിൽ തെളിയാതെ അവർക്ക് താനൊരു നഷ്ടപരിഹാരവും കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ നാദിർ ഉറച്ചു നിന്നു. ടെർമെ അവരുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ നാദിർ ഒരു തരത്തിലും ഒന്നും അംഗീകരിക്കില്ല, ശരിയാവില്ലെന്ന് ബോധ്യമായതും എല്ലാം അവസാനിപ്പിച്ച് വീട് വിട്ടിറങ്ങുവാൻ സിമിൻ തീരുമാനിച്ചു. ഇനിയും നീ എന്റെ കൂടെ വരുന്നില്ലേ എന്ന് സിമിൻ മകളോടും ചോദിച്ചു. മകളും പാക്ക് ചെയ്ത് സിമിനൊപ്പം പോവാൻ തയ്യാറെടുക്കുകയാണ്. നാദിർ അങ്ങോട്ടേക്ക് ചെന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ. അവിടെ നിന്റെ വല്യപ്പയും ഉണ്ടല്ലോ, കുറച്ചുനാൾ നീ അവിടെ പോയി നിൽക്ക്, നിന്റെ എക്സാം ഒക്കെ കഴിയട്ടെ എന്നയാൾ മകളോട് പറഞ്ഞു. ടെർമെ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഇനി ശരിയാവാൻ പോകുന്നില്ല എന്നവൾക്ക് മനസ്സിലായ പോലെ അവളന്ന് തന്റെ ഉമ്മയ്ക്കൊപ്പം പോയി. അടുത്ത ദിവസം മറ്റൊന്ന് സംഭവിക്കുകയാണ്. സിമിൻ വന്ന് സംസാരിച്ച കാര്യമൊക്കെ അറിഞ്ഞിരുന്ന റാസിയെ ആകട്ടെ സിമിനെ നേരിട്ട് കാണാൻ ചെന്നു. സിമിനോട് സംസാരിച്ചു. തന്റെ സംശയങ്ങൾ റാസിയ സിമിനോട് പങ്കുവെച്ചു. കാര്യം നാദിർ തള്ളിയിട്ടതിന് ശേഷമാണ് ആശുപത്രിയിൽ പോയതും ഗർഭചന്ദ്രവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നടന്നതുമെല്ലാം. പക്ഷേ അതിനു മുമ്പേ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു. അപ്പോഴേ കുഞ്ഞ് മരണപ്പെട്ടതായി എനിക്ക് സംശയമുണ്ട്. സിമിൻ അതിനു മുമ്പ് എന്തെങ്കിലും പറ്റിയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റാസിയ കാര്യം പറയുന്നത്. ഒരു ദിവസം റാസിയുടെയും മകളുടെയും കണ്ണുവെട്ടിച്ച് അൾഷിമേഴ്സ് ബാധിച്ച നാദിറിന്റെ വാപ്പ പുറത്തേക്കിറങ്ങിപ്പോയല്ലോ. അന്ന് വാപ്പയെ തിരികെ കൊണ്ടുവരാൻ റാസിയ പിന്നാലെ പോയിരുന്നു. അന്നാ പോയ വഴിയിൽ റാസിയയെ ഒരു കാർ വന്നിടിച്ചു. സാരമായി പരിക്ക് പറ്റാതെ റാസിയ അന്ന് താഴെ വീണിരുന്നു. ആ അപകടത്തിന് ശേഷമാണ് വയറിൽ വേദന വന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കുഞ്ഞ് മരണപ്പെട്ടതും. നിങ്ങളുടെ ഭർത്താവിന് ഇതൊക്കെ അറിയോ? ഇത്രയും അറിയാറുന്നിട്ട് നിങ്ങളെന്തത് കോടതി പറയാതിരുന്നേ? സിമിൻ ചോദിച്ചു. റാസിയ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞെന്നറിഞ്ഞ എന്റെ ഭർത്താവ് എന്നെ കൊല്ലും. ഇന്നലെ മുതൽ അദ്ദേഹം കടം വാങ്ങിയ ആളുകളോട് പണം തിരികെ തരാം എന്ന് വാക്ക് പറഞ്ഞ ശേഷം നിങ്ങൾ കൊടുക്കുന്ന പണത്തിനായി കാത്തിരിക്കുകയാണ്. ഇതിപ്പോ ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളേ? ഇതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? റാസിയ കണ്ണീരോടെ പറഞ്ഞു. എല്ലാം എന്റെ തെറ്റാണ്. ഇന്നലെ നിങ്ങൾ വന്ന് അദ്ദേഹത്തിന് പണം കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോ ഞാനാകെ പേടിച്ചുപോയി. ഞാൻ കുറച്ച് ആളുകളെ വിളിച്ചു. പണ്ഡിതരായ അവരടക്കം പറഞ്ഞത് എനിക്കങ്ങനെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാൻ നഷ്ടപരിഹാരമായി പണം വാങ്ങുന്നത് ഒരു തെറ്റാണെന്നാണ്, ഒരു പാപമാണെന്നാണ്. ഞങ്ങൾ പണം തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഞങ്ങൾ വെറുതെ വിടില്ലല്ലോ. മാത്രമല്ല എന്റെ ഭർത്താവ് ഇല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയണം. എനിക്ക് പേടിയാണ്. നിങ്ങളുടെ പക്കൽ നിന്ന് ഈ പണം വാങ്ങിയാൽ അർഹതയില്ലാത്ത പണം കൊണ്ട് എന്റെ മോൾക്കടക്കം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് റാസിയ വേദനയോടെ പറഞ്ഞു. ഞാനിപ്പോ എന്താ വേണ്ടത്?
വേണ്ടേ? സിമി ചോദിച്ചു. ആ പണം കൊടുക്കരുത്, റാസിയ മറുപടി പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ സിമിൻ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സന്ധ്യയോടെ സിമിനും നാദിറും കോംപ്രമൈസ് കാര്യങ്ങൾ സംസാരിക്കാനും പണം നൽകാനും ഹൊജ്ജത്തിന്റെ വീട്ടിലെത്തി. മകൾ വിട്ടുപോയപ്പോൾ കോംപ്രമൈസിന് നാദിർ ഒരുക്കമാവുകയായിരുന്നു. അവിടെത്തി ഹൊജ്ജത്തിന്റെ ബന്ധുക്കളോടും മറ്റുമായി സംസാരിച്ച് കോംപ്രമൈസ് കരാറിന്റെ കാര്യത്തിലെത്തി നിൽക്കെ നാദിർ ഒരു കാര്യം പറഞ്ഞു. റാസിയെയും മകളെയും ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുവാൻ. റാസിയ വന്നു. നാദിർ റാസിയോട് ചോദിച്ചു, എനിക്ക് ഈ നഷ്ടപരിഹാരം തരാൻ ഒരു മടിയുമില്ല, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഏറെ മതവിശ്വാസിയായ ഒരു സ്ത്രീയാണ്. ഖുർആനെടുത്ത് അതിൽ തൊട്ട് ഞാൻ കാരണമാണ് നിങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടത് എന്ന് സത്യം ചെയ്യാമോ? ഹൊജ്ജത്ത് അവളോട് പോയി ഖുർആൻ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ അകത്തേക്ക് പോയെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അകത്ത് നിൽക്കുകയായിരുന്നു. പിന്നാലെ അവളെ കാണാതെ ഒരു ബന്ധുവും ഹൊജ്ജത്തും അകത്തേക്ക് ചെന്നു. തനിക്കതിന് സാധിക്കില്ല എന്ന് ഹൊജ്ജത്തിനോട് ആ സമയമാണ് റാസിയ പറയുന്നത്. തനിക്ക് സംശയങ്ങളുണ്ടെന്നും തലേന്ന് തന്നെ കാറിടിച്ചിരുന്നെന്നും അന്ന് വൈകിട്ടാണ് വേദന വന്നതെന്നും അതുകൊണ്ട് അയാൾ തള്ളിയിട്ടത് കൊണ്ട് മാത്രമാണോ നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടതെന്ന് ഉറപ്പു പറയാൻ പറ്റില്ലെന്നും റാസിയ പറഞ്ഞു. ഹൊജ്ജത്തിന് എന്തു ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പാപം ഞാൻ ഏറ്റെടുത്തോളാം, നീ വന്ന് സത്യം ചെയ്യ എന്ന് ഹൊജ്ജത്ത് ആവശ്യപ്പെട്ടു. റാസിയ മടിച്ചു നിന്നു. ഏവരുടെയും മുമ്പിൽ വീണ്ടും അപമാനിതനാവുമെന്നും വീണ്ടും കുറ്റക്കാരനാവുമെന്നുമൊക്കെ ചിന്തിച്ച ഹൊജ്ജത്ത് തന്റെ ദേഷ്യം കൊണ്ട് സ്വയം തല്ലാനും മറ്റും തുടങ്ങി. റാസിയ ഹൊജ്ജത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൊജ്ജത്ത് അടങ്ങുന്നുണ്ടായിരുന്നില്ല. റാസിയ പിന്നാലെ അവർക്ക് മുമ്പിലേക്ക് ചെന്നു. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, പണം കൊടുക്കരുതെന്ന് എന്നൊക്കെ കണ്ണീരോടെ റാസിയ സിമിനെ നോക്കി ചോദിച്ചു. എല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായിയായി സിമിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. റാസിയുടെ മകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മൂലക്കിലിരുന്നു. റാസിയയുടെ മകളെ വേദനയോടെ ടെർമയെ നോക്കിക്കണ്ടിരുന്നു. അവരന്ന് അവിടെ നിന്ന് തിരികെ പോരുമ്പോ അവരുടെ കാറിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടതായി കാണപ്പെട്ടിരുന്നു. അന്ന് അവിടെ നിന്ന് പോകുമ്പോൾ നടന്ന കാര്യങ്ങളെപ്പറ്റി മുഴുവൻ ടെർമയെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് സിമിന്റെയും നാദറിന്റെയും വിവാഹമോചന കേസ് കോടതി പരിഗണിക്കുകയാണ്. ഇരുവരും വിവാഹമോചനത്തിന് ഒരുക്കമായി കഴിഞ്ഞിരുന്നു. കോടതി മകൾ ടമേറയെ വിളിപ്പിച്ചു. വാപ്പയ്ക്കൊപ്പമാണോ ഉമ്മയ്ക്കൊപ്പമാണോ പോവേണ്ടത് എന്ന് കോടതി ചോദിച്ചു. ഉത്തരം പറയാൻ ടെമേറ മടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ ആരംഭിച്ചു. വാപ്പയെയും ഉമ്മയെയും പുറത്തു നിർത്തണോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോ അങ്ങനെ ചെയ്യാമോ എന്ന് ടെമേറ തിരികെ ചോദിച്ചു. മാതാപിതാക്കളോട് പുറത്തു നിൽക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ടെമേറ ജഡ്ജിയോട് ആരുടെ കൂടെ പോവണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. പുറത്ത് എന്താണ് വിധിയെന്നറിയുവാൻ മാതാപിതാക്കൾ കാത്തിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അസ്ഹാർ ഫർഹാദിയുടെ ഒരുപാട് ചിന്തിക്കാനുള്ള ഈ ചലച്ചിത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ടമേറ ആരുടെ കൂടെ പോയിരിക്കും? എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് തോന്നുന്നത് കമന്റുകളിൽ പറയുമല്ലോ. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.